അധ്യായം 2. ലോകം 20-ാം നൂറ്റാണ്ടിൽ. വ്യവസായ വിപ്ലവം ആരംഭിച്ച കാലഘട്ടം 18-ാം നൂറ്റാണ്ട്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്മേൽ സ്ഥാപിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം അറിയപ്പെടുന്നത് സാമ്രാജ്യത്വം. സാമ്രാജ്യത്വത്തിനെതിരായി സമരം നയിച്ച പ്രധാന രാഷ്ട്രീയ നേതാക്കൾ: ഗാന്ധിജി ഇന്ത്യ, നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്ക, ക്വാമി നക്രൂമ ഘാന, ജോമോ കെനിയാത്ത കെനിയ. സാമ്രാജ്യത്വ ശക്തികളുടെ ഭരണത്തിൽ നിന്നും കോളനികൾ സ്വാതന്ത്ര്യം നേടിയതറിയപ്പെടുന്നത് അപകോളനീകരണം. സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച യുദ്ധം ഒന്നാം ലോകയുദ്ധം. ഒന്നാം ലോക യുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ: ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം. ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ: ജർമ്മനി, ആസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദ സഖ്യത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ: ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇറ്റലി അംഗമായിരുന്ന സഖ്യം ത്രികക്ഷി സഖ്യം. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി അംഗമായിരുന്ന സഖ്യം ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം. തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങൾ: പാൻ സ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, പ്രതികാര പ്രസ്ഥാനം. കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകീകരിക്കുന്നതിനായി റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം പാൻ സ്ലാവ് പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൾക്കൻ മേഖലയിലും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനായി ജർമ്മനി ആരംഭിച്ച പ്രസ്ഥാനം പാൻ ജർമ്മൻ പ്രസ്ഥാനം. 1871 ജർമ്മനി ഫ്രാൻസിൻ്റെ പക്കൽ നിന്ന് കൈവശപ്പെടുത്തിയ അൾസേസ്, ലോറൈൻ എന്നീ പ്രദേശങ്ങൾ തിരികെ പിടിക്കുന്നതിന് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം പ്രതികാര പ്രസ്ഥാനം. മൊറോക്കൻ പ്രതിസന്ധി നടന്ന വർഷം 1904. മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് രഹസ്യ പ്രതിസന്ധിയിലേർപ്പെട്ട രാജ്യങ്ങൾ: ബ്രിട്ടൻ, ഫ്രാൻസ്. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട രഹസ്യ സന്ധിയനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ ഏത് രാജ്യത്തിൻ്റെ ആധിപത്യമാണ് ബ്രിട്ടൻ അംഗീകരിച്ചത്? ജർമ്മനി. മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി ഇത് അംഗീകരിച്ചില്ല. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഈ രഹസ്യസന്ധിയിൽ പ്രതിഷേധിച്ച് ജർമ്മനി യുദ്ധക്കപ്പലുകൾ അയച്ച മൊറോക്കയിലെ പ്രധാന തുറമുഖം അഗഡീർ. ജർമ്മനിയെ അനുനയിപ്പിക്കാനായി ഫ്രാൻസ് ജർമ്മനിക്ക് നൽകിയ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം ഫ്രഞ്ച് കോങ്കോ. ഗ്രീസിന് കീഴിലുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മേഖല ബാൾക്കൺ. ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്വത്തിൻ്റെ ഭാഗമായിരുന്ന മേഖല ബാൾക്കൺ. ബാൾക്കൺ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തിയ വർഷം 1912. ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യമുറപ്പിക്കാൻ സെർബിയയെ സഹായിച്ച രാജ്യം റഷ്യ. ബാൾക്കൺ പ്രദേശത്ത് ആധിപത്യമുറപ്പിക്കാൻ ആസ്ട്രിയയെ സഹായിച്ച രാജ്യം ജർമ്മനി. ഫെർഡിനൻഡിൻ്റെ മരണത്തിന് ഉത്തരവാദി സെർബിയ ആണെന്ന് പ്രഖ്യാപിച്ച ആസ്ട്രിയ സെർബിയയ്ക്കുമേൽ യുദ്ധം പ്രഖ്യാപിച്ചത് 1914 ജൂലൈ 28. ഒന്നാം ലോക യുദ്ധം ആരംഭിക്കാനിടയായ കാരണം ഫെർഡിനൻഡിൻ്റെ മരണം. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചത് 1918. ഏത് യുദ്ധത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് സർവരാഷ്ട്ര സഖ്യം ലീഗ് ഓഫ് നാഷൻസ് എന്ന സംഘടന രൂപം കൊണ്ടത്? ഒന്നാം ലോക മഹായുദ്ധം. യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയർന്നു വരാനിടയായ യുദ്ധം ഒന്നാം ലോകയുദ്ധം. ഒന്നാം ലോക യുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രം ഗ്രാൻഡ് ഇല്യൂഷൻ. സംവിധാനം യാങ് റെന്വാ. ഒന്നാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിയ മറ്റു സിനിമകൾ
ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് സംവിധാനം ലെവിസ് മൈൻസ്റ്റോൺ. പാത്ത് ഓഫ് ഗ്ലോറി സംവിധാനം സ്റ്റാൻലി കുബ്രിക്. ഒന്നാം ലോക യുദ്ധാനന്തരം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിച്ച സന്ധി വേഴ്സായി സന്ധി. സഖ്യകക്ഷികൾ ജർമ്മനിയുമായി വേഴ്സായി സന്ധി ഒപ്പുവെച്ച വർഷം 1919. വേഴ്സായി സന്ധി ഒപ്പുവെച്ച സ്ഥലം പാരീസ്. വേഴ്സായി സന്ധി ഒപ്പുവയ്ക്കാൻ നേതൃത്വം നൽകിയ രാജ്യങ്ങൾ ബ്രിട്ടൻ, ഫ്രാൻസ്. ലോകത്തെയാകെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ വർഷം 1929. സാമ്പത്തിക മാന്ദ്യം ആവിർഭവിച്ച രാജ്യം അമേരിക്ക. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ച അറിയപ്പെടുന്നത് കറുത്ത വ്യാഴാഴ്ച. ഒന്നാം ലോക യുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ രണ്ട് ആശയങ്ങൾ ഫാഷിസം, നാസിസം. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നം ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ മഴുവും. ഫാഷിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ഇറ്റലി. നാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ജർമ്മനി. പുരുഷന് യുദ്ധം, സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് മുസോളിനി. ഇറ്റലിയിൽ ഫാസിസ്റ്റ് ഭരണത്തിന് നേതൃത്വം കൊടുത്തത് ബനിറ്റോ മുസോളിനി. മുസോളിനി ആക്രമിച്ച രാജ്യങ്ങൾ എത്യോപ്യ, അൽബേനിയ. ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗം കരിങ്കുപ്പായക്കാർ, ബ്ലാക്ക് ഷേർട്സ്. നാസി പാർട്ടിയുടെ നേതാവ് അഡോൾഫ് ഹിറ്റ്ലർ. നാസി ഭരണകാലത്തെ ജൂത വേട്ടയുടെ അനുഭവ വിവരണം ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ആൻ ഫ്രാങ്കും സഹോദരിയും തടവിലാക്കപ്പെട്ട നാസി ക്യാമ്പ് ഔഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് നടത്തിയ ജൂത കൂട്ടക്കൊല അറിയപ്പെടുന്നത് ഹോളോകാസ്റ്റ്. ജൂത കൂട്ടക്കൊലക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യം അറിയപ്പെടുന്നത് തവിട്ടുകുപ്പായക്കാർ, ബ്രൗൺ ഷേർട്സ്. ജൂത കൂട്ടക്കൊലക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ സംഘം അറിയപ്പെടുന്നത് ഗസ്റ്റപ്പോ. ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാർ ആര്യന്മാരാണെന്നും അഭിപ്രായപ്പെട്ടത് ഹിറ്റ്ലർ. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകൻ മെറ്റിയോറ്റി. ഫാഷിസ്റ്റുകൾ തെരുവിൽ വച്ച് പിടികൂടി വധിച്ച സോഷ്യലിസ്റ്റ് ചിന്തകൻ മെറ്റിയോറ്റി. ജർമ്മനിയിലെ ദേശീയ കക്ഷിയിൽ അംഗത്വം ഉണ്ടായിരുന്ന ഏക വിദേശീയൻ ചെമ്പക രാമൻപിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജമഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായിരുന്നത് ചെമ്പക രാമൻപിള്ള. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കാലയളവ് 1939 മുതൽ 1945 വരെ. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഹിറ്റ്ലർ സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റു രാജ്യങ്ങൾ സഖ്യങ്ങൾ ഉണ്ടാക്കുകയും അത് രണ്ടാം ലോക യുദ്ധത്തിന് കാരണമാകുകയും ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് പരാജയപ്പെട്ട രാജ്യങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈക്കലാക്കാനിടയായ സന്ധി പാരീസ് സമാധാന സന്ധി. പാരീസ് സമാധാന സന്ധി അറിയപ്പെടുന്ന മറ്റൊരു പേര് വേഴ്സായി സന്ധി. പാരീസ് സമാധാന സന്ധി ഒപ്പുവെച്ച വർഷം 1919. രണ്ടാം ലോക മഹായുദ്ധത്തിലേറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങൾ അച്ചുതണ്ട് സഖ്യം, സഖ്യശക്തികൾ. അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. സഖ്യശക്തികൾ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഫാഷിസ്റ്റ് അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ നയം അറിയപ്പെടുന്നത് പ്രീണന നയം. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം നടന്ന വർഷം 1939 സെപ്റ്റംബർ 1.
പോളണ്ട് ആക്രമണത്തെ തുടർന്ന് സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച വർഷം 1939 സെപ്റ്റംബർ 3. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു. സുഡറ്റൻ ലാൻഡിനുമേൽ ജർമ്മനി അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്ന് ഈ പ്രശ്നം ചർച്ച ചെയ്യാനായി ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ജർമ്മനിയിലെ മ്യൂണിക്കിൽ ചേർന്ന സമ്മേളനം മ്യൂണിക്ക് ഉടമ്പടി. മ്യൂണിക്ക് ഉടമ്പടി നടന്ന വർഷം 1938. മ്യൂണിക്ക് ഉടമ്പടിയെ തുടർന്ന് ജർമ്മനിക്ക് നൽകാൻ തീരുമാനിച്ച സ്ഥലം സുഡറ്റൻ ലാൻഡ്. സുഡറ്റൻ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ചെക്കോസ്ലോവാക്കിയ. 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും കരാറിലേർപ്പെട്ട സന്ധി അനാക്രമണ സന്ധി. ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചത് 1941. ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ച വർഷം 1941. അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിക്കാനിടയായ സംഭവം പേൾ ഹാർബർ ആക്രമണം. അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വർഷം 1945 ഓഗസ്റ്റ് 6. അമേരിക്ക ഹിരോഷിമയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വർഷം 1945 ഓഗസ്റ്റ് 9. അമേരിക്ക നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേര് ഫാറ്റ് മാൻ. ഹിരോഷിമ, നാഗസാക്കി ആണവ ദുരന്തം പേറി ജീവിക്കുന്ന മനുഷ്യർ അറിയപ്പെടുന്നത് ഹിബാക്കുഷകൾ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായുണ്ടായ അണുവികരണത്തിൻ്റെ ഇരയായ ബാലിക സഡാക്കോ സസൂക്കി. സഡോക്കോ രോഗശയ്യയിൽ വെച്ച് നിർമ്മിച്ച എന്താണ് ഇന്ന് യുദ്ധവിരുദ്ധ വികാരത്തിൻ്റെ പ്രതീകം? സഡാക്കോ കൊക്കുകൾ. രണ്ടാം ലോക യുദ്ധത്തിൻ്റെ അനന്തരഫലമായി ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപം കൊണ്ട സംഘടന ഐക്യരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കപ്പെട്ട വർഷം 1945 ഒക്ടോബർ 24. UN ദിനം ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. രണ്ടാം ലോക യുദ്ധം ആധാരമാക്കിക്കൊണ്ടുള്ള പിക്കാസോയുടെ വിശ്വവിഖ്യാത ചിത്രം ഗോർണിക്ക. രണ്ടാം ലോക യുദ്ധം പ്രതിപാദ്യ വിഷയമായിട്ടുള്ള ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ മണി മുഴങ്ങുന്നത് ആർക്കുവേണ്ടി. രണ്ടാം ലോക യുദ്ധം പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങൾ ജനറേഷൻ, കനാൽ, ആഷസ് ആൻഡ് ഡയമണ്ട്സ്. സംവിധാനം ആന്ദ്രേ വൈദ. ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്. സംവിധാനം ഡേവിഡ് ലീൻ. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. സംവിധാനം ചാർലി ചാപ്ലിൻ. ഹിരോഷിമ മോൺ അമൂർ. സംവിധാനം അലൻ റെനെ. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്. സംവിധാനം സ്റ്റീവൻ സ്പിൽബർഗ്. രണ്ടാം ലോക യുദ്ധകാലത്ത് ഫാഷിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് ഒരുമിച്ച രാജ്യങ്ങൾ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ. രണ്ടാം ലോക യുദ്ധാനന്തരം ഭിന്നിച്ച രാജ്യങ്ങൾ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ. മുതലാളിത്ത ചേരിക്ക് നേതൃത്വം കൊടുത്ത രാജ്യം അമേരിക്ക. സോഷ്യലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ച രാഷ്ട്രങ്ങളുടെ ചേരിക്ക് നേതൃത്വം നൽകിയത് സോവിയറ്റ് യൂണിയൻ. പരസ്പരം ശത്രുത പുലർത്തിയ മുതലാളിത്ത ചേരിയും സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളും അറിയപ്പെടുന്നത് ശീതസമരം. ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ബർണാഡ് ബറൂച്ച്, അമേരിക്കൻ നയതന്ത്രജ്ഞൻ. ശീതസമരം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് വാൾട്ടർ ലിപ്മാൻ. പരസ്പരം ശത്രുത പുലർത്തിയ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത ചേരിയും റഷ്യയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും തമ്മിലുള്ള ആശയപരമായ വേർതിരിവിനെ ഇരുധ്രുവ ലോകം എന്ന് വിശേഷിപ്പിച്ചത് ആൾനോൾഡ് ടോയൻബി, അമേരിക്കൻ ചിത്രകാരൻ. മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി രൂപം കൊണ്ട ആശയം ചേരിചേരായ്മ. മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാവാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ ഐക്യം ചേരിചേരാ പ്രസ്ഥാനം. ചേരിചേരാ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം
1955 ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകാൻ തീരുമാനിച്ച സമ്മേളനം നടന്നത് ബാന്തൂങ്ങിൽ, ഇന്തോനേഷ്യ. ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം 1961. ചേരിചേരാ രാജ്യങ്ങളുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ബെൽഗ്രേഡ്. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ചേരിചേരായ്മ എന്ന ആശയത്തിന് രൂപം നൽകിയ നേതാക്കൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്ത്, മാർഷൽ ടിറ്റോ യൂഗോസ്ലാവിയ, അഹമ്മദ് സുകാർണോ ഇന്തോനേഷ്യ. ഒന്നാം ലോക യുദ്ധം വരെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ഏത് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു? തുർക്കി. ഒന്നാം ലോക യുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതോടെ പലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശം ഏത് രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലായി? ബ്രിട്ടൻ. ഒന്നാം ലോക യുദ്ധത്തിൽ ജൂതർ നൽകിയ സേവനത്തിന് പ്രത്യുപകാരമായി പശ്ചിമേഷ്യയിൽ അവർക്ക് സ്വന്തമായി ഒരു രാജ്യം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫർ. ജൂതർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനം സിയോണിസ്റ്റ് പ്രസ്ഥാനം. സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് തിയേഡർ ഹെർഷൽ. ജൂതരാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വച്ച തിയേഡർ ഹെർഷലിൻ്റെ പുസ്തകം ദ ജൂവിഷ് സ്റ്റേറ്റ്. ഇസ്രായേൽ എന്ന രാഷ്ട്രം ജൂതർക്കായി രൂപീകരിക്കപ്പെട്ട വർഷം 1948. പലസ്തീൻകാർക്ക് സ്വന്തമായൊരു രാജ്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സംഘടന പലസ്തീൻ വിമോചന സംഘടന. പലസ്തീൻ വിമോചന സംഘടനയുടെ സ്ഥാപക പ്രസിഡന്റ് യാസർ അറഫാത്ത്. പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ ഒപ്പുവെച്ച കരാർ ഓസ്ലോ കരാർ. ഓസ്ലോ കരാർ ഒപ്പുവെച്ച വർഷം 1993. ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് യാസർ അറഫാത്ത്. അറബ് ഇസ്രായേൽ യുദ്ധത്തിനു ശേഷം രൂപീകരിച്ച എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടന ഒപെക്. ഗൾഫ് യുദ്ധങ്ങൾ നടന്ന വർഷങ്ങൾ 1991, 2003. ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റ് മോചിപ്പിച്ച സഖ്യസൈന്യത്തിന് നേതൃത്വം നൽകിയത് അമേരിക്ക, ബ്രിട്ടൻ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾ കാരണമുണ്ടായ യുദ്ധം ഗൾഫ് യുദ്ധം. മിഖായേൽ ഗോർബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക. ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച വർഷം 1991. രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായി ഗോർബച്ചേവ് കൊണ്ടുവന്ന ഭരണപരിഷ്കാരം ഗ്ലാസ്നോസ്റ്റ്. പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്ത പരിഷ്കാരം ഗ്ലാസ്നോസ്റ്റ്. സോവിയറ്റ് യൂണിയൻ്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ഭരണപരിഷ്കാരം പെരിസ്ട്രോയിക്ക. നവസാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങൾ ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ന്യൂ ഇക്കണോമിക് പോളിസി എന്നറിയപ്പെടുന്നത് ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകിയത് ആഗോളവൽക്കരണം. അതിരുകൾ ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, വിഭവങ്ങൾ, മൂലധനം, പുത്തൻ സാങ്കേതിക വിദ്യ, മനുഷ്യ വിഭവശേഷി എന്നിവ ലോകത്തെല്ലായിടത്തും വ്യാപിച്ചതറിയപ്പെടുന്നത് ആഗോളവൽക്കരണം. ആഗോളവൽക്കരണത്തിനനുസൃതമായി ആഗോള നയങ്ങൾ രൂപവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങൾ ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയ നിധി IMF, ലോക വ്യാപാര സംഘടന WTO. ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നുവരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കിയതറിയപ്പെടുന്നത് ഉദാരവൽക്കരണം. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചത് അറിയപ്പെടുന്നത് സ്വകാര്യവൽക്കരണം. ഇത്രയുമാണ് ലോകം 20-ാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ.